180 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് കരീബിയൻ പ്രദേശത്തെ വിഴുങ്ങാൻ നോക്കി കനത്ത നാശം വിതച്ചു. മെലീസയുടെ സഞ്ചാരം ജമൈക്ക, ക്യൂബ, ബഹാമസ് എന്നിങ്ങനെ നീണ്ടു. വിനാശകരമായ പേമാരി മെലീസ സൃഷ്ടിച്ചു. കര വിഴുങ്ങാനെത്തിയ പോലെ വീശിയടിച്ചു. നിരവധി ജീവനുകളെടുത്തു. മേൽക്കൂരയും കൃഷിയും നഷ്ടപ്പെട്ട ജമൈക്കൻ ജനത ദുരിതത്തിൽ 5 ദിവസത്തോളം കഴിഞ്ഞു. ബർമുഡയിലേക്ക് കാറ്റ് നീങ്ങും വരെ ജമൈക്കൻ സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനം തുടരാനായില്ല. ശേഷം പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോർണസ് ദ്വീപ് രാഷ്ട്രത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കരീബിയൻ ദ്വീപരാഷ്ട്രമായ ജമൈക്കയിലെ തെക്ക് പടിഞ്ഞാറൻ പട്ടണം ന്യൂ ഹോപ്പിന് സമീപത്തു നിന്നാണ് മെലിസ തീരത്തേക്ക് ആഞ്ഞടിച്ചത്. 70 മൈൽ വേഗതയിൽ വീശിയ ചുഴലിയിൽ നിന്ന് മണിക്കൂറിൽ 140 മൈൽ വേഗതയിലേക്ക് കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിച്ചു. പിന്നീടത് 185 മൈൽ വേഗതയുള്ള ഹൈ എൻഡ് കാറ്റഗറി 5 കാറ്റായി മാറിയെന്ന് US നാഷണൽ ഹരിക്കെയിൻ സെന്റർ പറയുന്നു. ശാസ്ത്രീയമായി കാറ്റിൻ്റെ ഗതിവേഗം രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ 2ാം കൊടുങ്കാറ്റെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ജമൈക്കയ്ക്ക് ഇത് നൂറ്റാണ്ടിൻ്റെ കൊടുങ്കാറ്റെന്ന് WMO ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് സ്പെഷ്യലിസ്റ്റ് ആനി ക്ലെയർ ഹോണ്ടൻ പറഞ്ഞു. ക്യൂബയിൽ 7,35,000-ലധികം ആളുകളെ മെലീസ കാരണം ഒഴിപ്പിക്കേണ്ടി വന്നു. ബഹാമസ് ഐലൻഡിൽ കൊടുങ്കാറ്റ് വിമാനഗതാഗതം ഇല്ലാതാക്കി. ബഹാമസിലെ 6 ദ്വീപുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹെയ്ത്തി അടക്കമുള്ള രാജ്യങ്ങളും മെലിസയുടെ വിനാശകരമായ പ്രത്യാഘാതം അനുഭവിച്ചു. തെക്ക് പടിഞ്ഞാറൻ ജമൈക്കൻ നഗരമായ ബ്ലാക്ക് റിവറിനെ കാറ്റ് പിടിച്ചുലച്ചു. 1,40,000-ഓളം പേരെ നാശനഷ്ടങ്ങൾ ബാധിച്ചു. സാന്താക്രൂസ് പട്ടണം കൊടുങ്കാറ്റ് അവശിഷ്ടം കൊണ്ട് നിറഞ്ഞു. കാറ്റടിച്ച് പറന്നുപോയവ, തകർന്നടിഞ്ഞവ. മെലിസ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ സെന്റ് എലിസബത്തിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടു. മെലിസയുടെ വരവിൽ രാജ്യത്തെ 77% പ്രദേശത്തും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. കൊടുങ്കാറ്റോടെ 25,000-ഓളം വിനോദസഞ്ചാരികൾ ജമൈക്കയിൽ കുടുങ്ങിപ്പോയിരുന്നു. ഹെയ്ത്തിയിലും നിരവധി പേർ മരിച്ചു. പലരെയും കാണാതായി. പെറ്റിറ്റ് ഗോവയിൽ നദി കരകവിഞ്ഞതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 10 കുട്ടികളടക്കം 20 പേർ മരിച്ചതായാണ് മേയർ പറഞ്ഞത്. പെറ്റിറ്റ് ഗോവിൽ താമസിക്കുന്ന സ്റ്റീവൻ ഗാഡ്വാർഡ് അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞത് കൊടുങ്കാറ്റ് കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയെന്നാണ്. കരീബിയൻ ദ്വീപുകളിലെ 80% മേൽക്കൂരകൾ നശിച്ചു. ആശുപത്രികൾ, ലൈബ്രറികൾ, പോലീസ് സ്റ്റേഷനുകൾ, തുറമുഖത്തുള്ള വീടുകൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം താറുമാറായി. സാന്റിയാഗോ ഡി ക്യൂബയിൽ മെലിസ വലിയ വെള്ളപ്പൊക്കത്തിനും കാരണമായി. സാന്റിയാഗോ ഡി ക്യൂബയിലെ വ്ളോഗർ റോവിയർ മേസ റോഡ്രിഗസ് പറഞ്ഞത് ഭയാനകമായ ഭ്രാന്തൻ കാറ്റ് എന്നാണ്. കെക്കാസ് ദ്വീപുകളിലേക്കും കാറ്റ് നീണ്ടുപോയി. ഒറ്റ രാത്രി കൊണ്ട് വൈദ്യുതി നഷ്ടപ്പെട്ടു. വെള്ളപ്പൊക്കം നഗരങ്ങളെ മറ്റൊന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തി. മാൻഡേവില്ല നഗരം നിലംപരിശായി. പ്രധാന റോഡ് അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു. വൃത്തിയാക്കലിനി മാസങ്ങളെടുക്കും. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുമായി രാജ്യം പങ്കിടുന്ന ദ്വീപിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. ഇത് 3000-ഓളം ആളുകളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാക്കി. നിരവധി വീടുകൾ ഒലിച്ചുപോയി. വെസ്റ്റ്മോർലാൻഡിലും സെന്റ് എലിസബത്തിനുമിടയിലെ പാരിഷ് അതിർത്തിക്കടുത്ത് വെച്ചാണ് മെലിസ കരകയറിയത്. 15,000-ഓളം ജമൈക്കക്കാർ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറി. 28,000 പേരിൽ നിർബന്ധിത ഒഴിപ്പിക്കൽ വന്നു. ജമൈക്കയിലെ 15 ലക്ഷം ആളുകളെ കൊടുങ്കാറ്റ് നേരിട്ട് ബാധിച്ചുവെന്നാണ് കണക്ക്. 2005-ൽ വിൽമയ്ക്കും 1988-ൽ ഗിൽബർട്ടിനും ശേഷമുള്ള ഏറ്റവും തീവ്രമായ കാറ്റാണ് മെലിസ എന്ന് അക്യുവെദർ പറയുന്നു.
ജമൈക്കയിലെ കിങ്സ്റ്റണിനടുത്തുള്ള പോർട്ട്മോറിലെ സഹായ ഗ്രൂപ്പ് മേഴ്സി കോർപ്സിൻ്റെ ഉപദേഷ്ടാവായ കോളിൻ ബാഗിൻ പറഞ്ഞത്, ഇരുട്ടുന്നതിന് മുമ്പ് നിരന്തര ശബ്ദം അലച്ചു വന്നു, മരങ്ങൾ ശക്തമായി കടപുഴങ്ങുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു എന്നാണ്. കൊടുങ്കാറ്റ് കണ്ടുനിന്ന അവരുടെ ഉള്ളിലെ കാറ്റനക്കങ്ങൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല. മെലിസ നീങ്ങിയെങ്കിലും